another banger. ഇപ്രാവശ്യം വട്ടപൂജ തന്നെ. എന്തിനാ താനൊക്കെ ഒരുങ്ങിക്കെട്ടിങ്ങോട്ടേക്ക് എഴുന്നള്ളുന്ന്? പഠിക്കാൻ തന്നെയാണോ? കഴിഞ്ഞ തവണ ഉപദേശിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ഇയാളെ ഉപദേശിച്ചതാ. പോർഷൻസ് ഒക്കെ ഒന്നുകൂടെ ക്ലിയർ ചെയ്തും തന്ന. എന്നിട്ട് എന്താ ഹിബ തന്റെ പ്രശ്നം? എന്റെ സബ്ജക്റ്റിൽ മാത്രമാണോ ഇങ്ങനെ? ഇനി പഠിക്കലും തന്നെയാണോ? എങ്ങനെയാ തനിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്? എക്സാം കഴിഞ്ഞ് ആൻസർ ഷീറ്റ് എനിക്ക് നേരെ നീട്ടുമ്പോൾ നമ്മുടെ സാറ് ആബിദ് ദേഷ്യം കൊണ്ട് വറക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ച ഹിബ കേട്ടില്ലെന്നുണ്ടോ? നോക്കി നിൽക്കാതെ വായ തുറന്ന് വല്ലതും പറയൂ. ഞാൻ ഒന്ന് പറയുമ്പോ അധ്യാപകനെന്ന റെസ്പെക്ട് പോലും ഇല്ലാതെ ഇങ്ങോട്ട് 10 പറയുന്ന ആളാ. എന്തു പറ്റിയെന്ന്? പേപ്പറിലെ കുമ്പളം കണ്ടപ്പോ നാവിറങ്ങിപ്പോയോ? എക്സാം പേപ്പറിൽ ഒരു പൂജ്യം, ഒരേ ഒരു പൂജ്യം കിട്ടിയതിന്റെ പേരിൽ ക്ലാസ്സിൽ അത്രയും കുട്ടികളുടെ മുമ്പിൽ വെച്ചൊരു മനസ്സലിവില്ലാതെ സാർ എന്നോട് ഉറഞ്ഞു തുള്ളുമ്പോ മൗനം വിദ്വാന ഭൂഷണമായി കരുതി പഞ്ചപുച്ഛമടക്കി നിൽക്കാൻ റബ്ബറിന്റെ സ്വഭാവമുള്ള എനിക്ക് കഴിഞ്ഞില്ല. കഴിയോ? ഇല്ല ഇല്ല, നാവിറങ്ങിയിട്ടൊന്നുമില്ല. ഒരു ആനമുട്ട് കിട്ടിയതേ അത്ര വലിയ മഹാഭാവായിട്ടൊന്നും എനിക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ മൗനം പാലിക്കേണ്ട ആവശ്യമില്ല. നാണല്ലോ തനിക്ക്? എല്ലാ തവണയും ഒരുപോലെ തോറ്റ് തൊപ്പിട്ട് ഇങ്ങനെ വടി പോലെ ഈ 59 കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ താലുയർത്തി നിൽക്കാൻ. ബാക്കി എല്ലാവരും പോട്ടെ. ദേ ഇവൻ നിന്റെ ബ്രദർ അല്ലേ? അവനെ കണ്ടുപിടിക്കുക. ക്ലാസ്സിലെ മാത്രമല്ല കോളേജിലെ തന്നെ ടോപ്പർ അവൻ. അവന്റെ ബുദ്ധിയുടെ 10ൽ 1 ഉണ്ടോ തനിക്ക്? അവനെ പോലെ ആയിക്കൂടെ തനിക്കും? വീട്ടിൽ പോയി കമ്മ്യൂണിസ്റ്റ് നടത്തിയാൽ പോലെ നിങ്ങൾക്ക്? ഓ, അതിനൊന്നും വലിയ കാര്യമില്ല സാർ. ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെ ആവാൻ പറ്റും. ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തല്ലേ സാറേ? ഇപ്പൊ സാറിന്റെ കയ്യിലേക്ക് തന്നെ നോക്കിയാട്ടെ. 5 വിരലുകൾ ഒരുപോലെയാണ് കിടക്കുന്നത്. എന്തിനധികം? സാർ ഇപ്പൊ പറഞ്ഞല്ലോ ഇവനെ പോലെ ആവാൻ. എന്നിട്ട് സാറെന്താ സാറിന്റെ ബ്രദറിനെ പോലെ ആവാത്തെ? അതേപോലെ ഒരു ബേക്കറി ഷോപ്പിലല്ലേ? സാറിന് നല്ലതല്ലാന്ന് തോന്നിയതുകൊണ്ടല്ലേ സാർ ഒരു സാറായത്? അതുപോലെ തന്നെ എനിക്ക് ഈ പഠനത്തിലൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പഠനത്തിൽ മിടിക്കാൻ മാത്രമേ ഉയരങ്ങളിലെത്തുള്ളൂ എന്ന് ഇതുവരെ തോന്നിയിട്ടുമില്ല. ഒരു കൂസലും ഇല്ലാതെ ആബി സാറിന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ അത്രയും പറഞ്ഞു തീരുന്നതിന് മുമ്പേ അയാളുടെ ഗർജനം നമുക്ക് നേരെ ഉയർന്നിരുന്നു. ഫ്രം മൈ ക്ലാസ്. ഓ ആയിക്കോട്ടെ, അതിനെന്താ, വലിയ ഉപകാരം എന്ന് പറഞ്ഞ സാറിനെ നോക്കിയൊന്ന് പുച്ഛിച്ച് തള്ളിക്കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങാൻ നിന്നു. പിന്നിൽ നിന്ന് വീണ്ടും അയാളുടെ ഇടിമുഴക്കം പോലത്തെ ശബ്ദം ഉയർന്നു. ഇപ്പൊ നീ ഇതുപോലെ കൈയും വീശി ഇറങ്ങിക്കോ. മൺഡേ വരുമ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസർ 50 വീതം എഴുതിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ്, ഈച്ച് 50 ടൈംസ്. അങ്ങനെ മൊത്തത്തിൽ 1000 തവണ എഴുതിയിട്ട് ഇപ്പൊ തിങ്കളാഴ്ച ഇങ്ങോട്ടേക്ക് പോന്നാ മതി. ഇല്ലെങ്കിൽ ഇന്ന് മാത്രമല്ല, വരുന്ന 3 മാസങ്ങൾ നീ എന്റെ ക്ലാസ്സിലിരിക്കില്ല. ആൻഡ് ഓൾസോ റെക്കോർഡ്സ് വരെ ഞാൻ സൈൻ ചെയ്തില്ല. ഗോഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലമാണ് ആബി നേരത്തെ നമ്മൾ എറിഞ്ഞു കൊടുത്തതിന്റെ 300 ഇരട്ടി പൂച്ച നമുക്ക് നേരെ എറിഞ്ഞു തന്നു. പടച്ചോനെ, ആകെ പെട്ടല്ലോ. നമ്മൾ ഈ ലൈസൻസ് ഇല്ലാത്ത നാക്കി എപ്പോഴും നമുക്ക് പാരയാണല്ലോ. 1000 തവണ എന്നൊക്കെ പറഞ്ഞ എന്ന് എഴുതി തീരാനാ? വേറെ വല്ല സാറന്മാരായിരുന്നു എന്തേലും തരികിട കാണിക്കായിരുന്നു. ഇതിപ്പോ ഈ കാലമാണായതുകൊണ്ട് നമ്മളൊരു അടവും വരപ്പോവില്ല. എന്ന് മാത്രല്ല, പറഞ്ഞ പോലെ ചെയ്യുന്ന വാക്കിന് വിലയുള്ള ദുഷ്ടനാ. അയാളുടെ അടുത്ത് നിന്ന് ഒലിപ്പിച്ച് നോക്കിയാലും കുറച്ച് കരഞ്ഞു നാട്ടിച്ചാലെങ്കിലും ഈ ആബിദ് ആയിരുന്നുള്ളൂ എന്ന് കുറച്ച് തരുമോ റബ്ബേ? ആവശ്യം നമ്മുടേതായതുകൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് പുറത്തുനിന്ന് ക്ലാസിന്റെ അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ച് സാർ. പടച്ചോനെ, അതിന് മറുപടി അങ്ങയുടെ വായിന്ന് പുറത്തേക്ക് വന്ന് ഏത് മതാമിച്ചി പഠിപ്പിച്ച തെറിയാണ് നമുക്ക് അറിഞ്ഞില്ല. നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. സത്യം പറഞ്ഞ ഇംഗ്ലീഷിൽ ആകൂടെ നമ്മളെ പേര് എഴുതാൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ. എന്നോടാ ഈ കോന്തന്റെ ഒലക്കമ്മല് ഇംഗ്ലീഷ്. ഇനിയൊരു വഴിയുള്ളൂ. വീട്ടിൽ ചെന്ന് ഹിഷാമിന് നല്ലോണം പതപ്പിക്കണം. പകുതി അവനോട് എഴുതിത്തരാൻ പറയണം. ഇന്ന് ആ വീട്ടിൽ ചെന്ന് നമ്മളെ കളിയാക്കി കൊല്ലും. എങ്കിലും വേണ്ടില്ല, ദേഷ്യം കൺട്രോൾ ചെയ്ത് അവനെ കൈയും കാലം പിടിച്ച് എഴുതിത്തരാൻ സഹായിക്കാൻ പറയാം. പെങ്ങളെ പിടിച്ച് പുറത്താക്കിയിട്ട് അവന് വല്ല കൂസലുണ്ടോ നോക്കിക്കേ. ഞെളിഞ്ഞിരിക്കാം കോപ്പ്. അതോ അയാളുടെ വായി നോയിക്കൊണ്ട് ഫീലിംഗ് പുച്ഛം രണ്ടിനോടും. പടച്ചോനെ, ഏത് സമയത്താണാവോ ഈ ബുജിയുടെ ഇരട്ട സഹോദരിയെ ജനിച്ചു വീണ്? അന്ന് തൊട്ട് തുടങ്ങിയതാ ഒടുക്കത്തെ ഈ അപമാനങ്ങളൊക്കെ. അവസാനത്തെ 2 പീരിയഡും ഒരു ദയമില്ലാതെ ആബിസാറ് നമ്മളെ പുറത്തേനെ നിർത്തിച്ചു. അതിന്റെയൊക്കെ ദേഷ്യം തീർത്ത് നമ്മളെ ചങ്ക് ബ്രോ ഹിഷാമിനോടാണ്. ഇന്ന് അവന്റെ കൂടെ മാത്രം വീട്ടിൽ പോകുന്നു ഞാൻ. അന്ന് അവനെ മൈൻഡ് ചെയ്യാതെ ക്ലാസ്സിലെ നമ്മളെ തള്ളിപ്പൊളി ഫ്രണ്ട്സിന്റെ കൂടെ ചുറ്റിക്കറങ്ങിയാണ് വീട്ടിലേക്ക് അയച്ചെന്ന്. പിന്നാൽ തന്നെ ഹിഷാം ഹിബ നിക്കടി എന്നൊക്കെ വിളിച്ച് കൂവിക്കൊണ്ടുവരുന്ന കണ്ടതാണ്. നമ്മുടെ ഈ കലിപ്പ് മോത കാണാൻ വേണ്ടി എന്ന പോലെ വരാന്തയിൽ തന്നെ സൂപ്പർ ഹീറോ, അതായത് നമ്മുടെ വാപ്പിച്ച് ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. ഹിഷാമു, വരുന്ന വഴിയിൽ എവിടെയെങ്കിലും തേനീച്ച കൂട്ടുണ്ടായിരുന്നോടാ? നമ്മളെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാതെ പിന്നാലെ കയറി വന്ന ഹിഷാമിനോട് വാപ്പിച്ചത് ചോദിച്ചും നമ്മൾ മൂപ്പരെ തറപ്പിച്ചും നോക്കി. ഇങ്ങനെ നോക്കി പേടിപ്പിക്കലടി, വാപ്പിച്ചും കരിഞ്ഞോണെങ്കി പോവും. നിനക്ക് വാപ്പിച്ചിന് വേണ്ടെന്ന് കരുതി ദേ നിന്റെ ഒടുക്കത്തെ ബുദ്ധിയും ഡയലോഗിയൊക്കെ അങ്ങ് കോളേജിൽ കാണിച്ചാൽ മതി.
എന്റെ അടുത്തേക്ക് ഇറക്കാൻ നിൽക്കല്ലേ, അടിച്ചെന്റെ മോതിര ഷേപ്പ് ചെയ്യാൻ മാറ്റിത്തരും, പറഞ്ഞില്ല വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഹിഷാമിനെ പിടിച്ച് തള്ളിയതും ഹിബുന്ന് വിളിച്ചുകൊണ്ട് വാപ്പിച്ച് നമ്മുടെ കൈയിൽ പിടിച്ചു. ഞാൻ അപ്പോൾ തന്നെ വീണ്ടും മുഖം വീർപ്പിച്ച് കൈ കുടയാൻ തുടങ്ങി. ഹിബു, ആരോടാണ് ഇത്രയ്ക്ക് ദേഷ്യം? ആരാ എന്റെ ഹിബുവിനോട് ഉടക്കിന് വന്ന് എന്തിനങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കണേ? ആരായാലും മോൾ എന്നോട് പറ, വാപ്പിച്ച് ചെന്ന് ചോദിക്കാം നിന്നെ ദേഷ്യം പിടിപ്പിച്ചവരോട്. എന്നങ്ങൾ നാളെ മാറ്റി ഒരുങ്ങി കോളേജിലേക്ക് വന്നു. ഇന്ന് അവിടെ പ്രശ്നം ആബി സാർ തന്നെയാണ് വാപ്പ. സാറിന് കുറ്റം പറയാനൊന്നുമില്ല, ഒക്കെ ഇവളുടെ കയ്യിലിരിപ്പിന് കിട്ടുന്ന എന്ന് പറഞ്ഞ് തുടങ്ങിക്കൊണ്ട് ഇന്ന് നടന്ന മുഴുവൻ കാര്യങ്ങളും വള്ളിപുള്ളി തെറ്റാതെ നമ്മുടെ സ്വീറ്റ് ബ്രദർ വാപ്പാനോട് പറഞ്ഞു കൊടുത്തു. അതൊക്കെ കേട്ട് രണ്ടാളും നമ്മളെ നോക്കി തലങ്ങും വിലങ്ങും ചിരിക്കുമ്പോഴാണ് നമ്മളെ ഉമ്മച്ചീന്റെ മാസ എൻട്രി. ഞാൻ അന്നേ പറഞ്ഞതാ ഈ മണ്ടൂസിനെ പഠിപ്പിക്കാനൊന്നും വിടണ്ടാന്ന്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ പഠിക്കാൻ പോക്ക് നിർത്തിക്കൊള്ളാൻ പറഞ്ഞതാ. അപ്പൊ ഉപ്പച്ചിക്ക് സങ്കടം, മോൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, നമ്മളായിട്ട് അതൊക്കെ മുടക്കം വരുത്തണോന്ന്. എന്നിട്ടിപ്പോ എന്തായി? മീറ്റിങ്ങിനൊക്കെ ചെന്ന ഇവരുടെ കാര്യം പറയേണ്ട തൊലി ഉരിച്ചു കളയാറുണ്ട് ആ ആബിസാറ്. പിന്നെ ഈ ചെറുക്കനുള്ളതാ ആകെ ഒരു ആശ്വാസം. മതി, ഇങ്ങനെ വലിച്ചു നടക്കാനാണെങ്കിൽ ഇനി കോളേജിൽ പോണ്ട, നിർത്തിക്കോ. എന്നാൾ അമ്മായി ഒരു കൂട്ടരെ പറ്റി പറഞ്ഞിരുന്നില്ലേ, ഒരു നാളെ വരുന്നുണ്ട് അന്നെ കാണാൻ. ചെക്കനും വീട്ടുകാരൊക്കെ നല്ലതാണെന്നാ പറഞ്ഞു കേട്ട്. ഒക്കെയും ശരിയായി വന്നാ നമുക്കതങ്ങ് ഉറപ്പിക്കാം. ഉമ്മച്ചി അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ എന്റെ അലർച്ച പുറത്തേക്ക് വന്നിരുന്നു. ഉമ്മച്ചി, ഈ അലറണ്ട, പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാ മതി. ഉമ്മച്ചി, നിങ്ങൾ ചുമ്മാതെ അതും ഇതൊക്കെ പറയാൻ ദേഷ്യം പിടിപ്പിക്കരുത്, അല്ലാത്തന്നെ ഞാൻ ഇവിടെ നിയന്ത്രണം വിട്ട് നിൽക്കുക. ഉമ്മച്ചി ചുമ്മാതെ ഒന്നും പറഞ്ഞല്ല, നിന്നെ കെട്ടിച്ചുവിടാൻ തന്നെ തീരുമാനം. അല്ലെങ്കിലും ഈ പെൺകുട്ടികളൊന്നും ഒത്തിരി പഠിച്ചിട്ടൊന്നും കാര്യമില്ല, അല്ലേ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഈഷ നമ്മളെ നോക്കി കിണിച്ചതും നമ്മൾ അവരെ കഴുത്തിന് പിടിച്ച് ഞെരിക്കാൻ പോയി. നീ ഇനി എന്തൊക്കെ ചവിട്ട് നാടൻ കളിച്ചിട്ട് കാര്യമില്ല, അവർക്ക് ഞാൻ വാക്ക് കൊടുത്താ നാളെ വരും, ഒരുങ്ങി അങ്ങോട്ട് നിന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മച്ചി നമ്മളെ നോക്കി കണ്ണുരുട്ടിയതും നമ്മൾ വാപ്പച്ചീന്റെ മുഖത്തേക്ക് ദയനീയമായൊരു നോട്ട് എറിഞ്ഞു കൊടുത്തു. അന്നേരം വാപ്പ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ മാനത്തും നോക്കി ഇരിപ്പാണ്. ഇങ്ങനെയൊക്കെ എന്തോന്നു വാപ്പച്ചി, വാപ്പയാണത്രേ വാപ്പ. വാപ്പ ഒരു വാപ്പയാണ് വാപ്പ. വാപ്പ വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പ വാപ്പയാവൂല. വാപ്പ വാപ്പാടെ വാപ്പാനെ പോലത്തെ വാപ്പയാണ് വാപ്പ. വാപ്പ അല്ലാതെ വാപ്പാനെ പോലത്തെ വാപ്പാനെയൊക്കെ വാപ്പാന്ന് വിളിക്കണ എന്നെ വേണം വാപ്പ വാപ്പാന്ന് വിളിക്കാൻ. ആകെ കൂടി ദേഷ്യം എരിഞ്ഞു കയറി നമ്മുടെ സകല നിയന്ത്രണം വിട്ടപ്പോ കയ്യിലുള്ള ബാഗും കർച്ചീഫൊക്കെ വാപ്പച്ചീന്റെ മടിയിലേക്ക് വലിച്ചെറിഞ്ഞ് ഉമ്മച്ചീനെ നോക്കി നിലത്ത് 4 ചവിട്ടങ്ങ് ആഞ്ഞ് ചവിട്ടിക്കൊണ്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോയി. ഉമ്മച്ചി പറഞ്ഞൊക്കെ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയുടെ പുറന്തള്ളിയാണ് ശീലം. അതുകൊണ്ട് തന്നെ ഈ പെണ്ണ് കാണുന്ന കാര്യവും നമ്മൾ അതുപോലെ തന്നെ ഒഴിവാക്കാൻ നോക്കി. പക്ഷേ രാത്രി മുഴുവൻ വാപ്പച്ചി നമ്മൾ അടുത്ത് വന്ന് കെഞ്ചി സംസാരിക്കാൻ തുടങ്ങി. പൊന്നു മോളല്ലേ, വാപ്പച്ചീന്റെ ചക്കരല്ലേ, അവരൊന്ന് വന്ന് കണ്ടിട്ട് പൊക്കോട്ടെ, മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയാം അവരോടൊക്കെ. ഈ വാപ്പാന്റെയും ഉമ്മാന്റെയും വാക്കിനെ വിലൽപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഈ ഒന്ന് അനുസരിക്കടാ. പിന്നെ ഒന്നും ആലോചിക്കാൻ നമ്മൾ തലവിലേക്ക് സമ്മതം അറിയിച്ചു. കൂടുതലായി മാറ്റൊരുങ്ങാനും നിന്നില്ല, അല്ലെങ്കിലും മയങ്ങി നിൽക്കേണ്ട ആവശ്യവുമില്ല. കാരണം ഇത് മുടങ്ങാനുള്ള പെണ്ണ് കാണലാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. വരുന്നവന് ഏത് വഴിക്ക് ഓടിക്കണമെന്നും അറിയാം. പിന്നെ നമ്മുടെ കയ്യിലിരിപ്പൊക്കെ അറിയുന്ന ഏതവനെങ്കിലും ആണെങ്കിൽ കണ്ട വഴി ഓടാനാണ് കൂടുതൽ ചാൻസ്. കണ്ണാടിക്ക് മുമ്പിൽ ഇതൊക്കെ ആലോചിച്ച് കൂട്ടുമ്പോഴാണ് താഴെ ഉമ്മച്ചീന്റെ വിളി. ഇബു, ഒരുങ്ങി കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കോ, ഓരെത്താറായി. ഇട്ടിരിക്കുന്ന കോലം പോലും മാറാതെ എന്തിന് മുടി പോലും ഒന്ന് ചീകി വെക്കാൻ താഴേക്ക് ഇറങ്ങി അടുക്കളയിലേക്ക് ചെന്നു. എന്റെ കോലം കണ്ട ഉമ്മച്ചീന്റെ മുഖത്തുണ്ടായ എക്സ്പ്രഷൻസ് ഒക്കെ നാഗവല്ലിയിലേക്ക് മാറുന്നതിന് മുന്നേ ജീവനും കൊണ്ട് തിരിച്ച് റൂമിലേക്ക് ഓടി. വരാൻ പോകുന്ന പേട്ട് തലേനെയും പ്രായിക്കൊണ്ട് ഒരുവിധ ആർക്കോ വേണ്ടി ഒരുങ്ങിക്കെട്ടി. ഇത്തവണ താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും ഹാളിൽ നിന്ന് വാപ്പച്ചീന്റെയും ഹിഷാമിന്റെയും അല്ലാതെ വേറെ ആൾക്കാരുടെ ശബ്ദം കേൾക്കാമായിരുന്നു. അവർ വന്നെന്ന് തോന്നിയതുകൊണ്ട് ഹാളിന്റെ ഭാഗത്തേക്ക് നോക്കാതെ നേരെ വീണ്ടും അടുക്കളയിലേക്ക് വിട്ടു. അപ്പോഴേക്കും ഉമ്മ റെഡി വിത്ത് ചായ. നിർബന്ധിച്ചുകൊണ്ട് ഉമ്മ ചായട്രേ നമ്മുടെ കയ്യിൽ പിടിപ്പിച്ചപ്പോൾ മടിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു നീങ്ങി. മോള് വന്നല്ലോ, ഇവു ഇങ്ങോട്ട് കൊടുക്ക ചായ. ഇതാണ് ചെറുക്കൻ, പിന്നെ ഇത് ഉപ്പയും ഉമ്മയും പെങ്ങളൊക്കെയാ. ഈ ചെറുക്കനെ ശരിക്കും നോയിക്കോ, പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പച്ചി ചിരിക്കുമ്പോഴും ഞാൻ തല ഉയർത്തി നോക്കിയതേയില്ല. വന്നിരിക്കുന്ന ഒരൊറ്റെണ്ണത്തിന്റെയും മുഖത്ത് നോക്കിയില്ല. എന്തൊക്കെയോ പറഞ്ഞ് പല്ലിറിമ്പിക്കൊണ്ട് വന്ന ചായയും അവിടെ ടേബിളിൽ വെച്ച് ഒരൊറ്റ പോക്കായിരുന്നു അകത്തേക്ക്. ചെറുക്കനെങ്ങനെ ഹിബു, അനക്ക് ഇഷ്ടായില്ലേ? ദേവുമ്മ, എനിക്കൊന്നും വേണ്ട മരങ്ങോണ്ണേ. അവനെ മറ്റോ എന്റെ തലയിൽ കെട്ടിവെക്കാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ എന്താ, ഒന്നുമില്ല, ഈ സന്തോഷത്തോടെ ജീവിക്കും. പിന്നെ എന്റെ പൊന്നുമോളെ എനിക്ക് അറിഞ്ഞൂടെ, ഈ ഓന്റെ മുഖത്തേക്കൊന്ന് നോക്കിയോടി. ഇല്ല, നോക്കിയില്ല, നോക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞ് ഉമ്മയിൽ നിന്ന് മുഖം വെട്ടിച്ച് റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും നമ്മുടെ സ്വത്ത് വാപ്പിച്ച് വീണ്ടും ഉമ്മക്ക് 8ന്റെ പണി തന്നു. ഇബാ, ചെറുക്കൻ എന്നോട് സംസാരിക്കണമെന്ന്. അത് കേട്ടതും ഞാൻ ഉമ്മാനെ നോക്കി ദഹിപ്പിക്കാൻ തുടങ്ങി. ഉമ്മ, മര്യാദക്ക് അവനോട് പറഞ്ഞ് ഇറങ്ങിപ്പോക്കോളാൻ, എനിക്കൊരു കുന്തവും സംസാരിക്കല്ല അവനോട്.
പിന്നെ സംസാരിക്കണം പോലും. ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുവന്റെ 150ാമത്തെ പെണ്ണുകളായിരിക്കും. ഹിബു ഈ ഒന്ന് അടങ്ങു പെണ്ണെ. അവൻ എന്താ സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ അതങ്ങ് സംസാരിച്ച് പൊക്കോട്ടെ, ബാക്കിയൊക്കെ പിന്നീട് തീരുമാനിക്കാം. ഈ ചെന്നേ, മുറിയിലേക്ക് ചെന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ നമ്മളെ റൂമിലേക്ക് തള്ളി വിട്ടു. അമ്മാരും കൂടെ ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഹിബ ആരാണെന്ന് എന്നും മനസ്സിൽ കരുതി ഞാൻ ജനലിലൂടെ പുറത്തേക്ക് കണ്ണു നട്ട് നിന്നു. ഡോറ് തുറക്കുന്ന കരകരാ ശബ്ദത്തോടൊപ്പം പുറകിലൂടെ ആൾപ്പെരുമാറ്റം കേട്ടതും തിരിഞ്ഞിന്ന് അവന്റെ മോന്ത് നോക്കി 4 വർത്താനം കൊണ്ട് കാച്ചിയാലൊന്ന് കരുതിയതായിരുന്നു. അപ്പോഴാണ് വാപ്പച്ചി പറഞ്ഞത് ഓർമ്മ വന്നു. വന്നിട്ട് മുമ്പിൽ ഈ വാപ്പാനെ പേരുദോഷം കേൾപ്പിക്കലടാ ഹിബൂന്ന്. അതുകൊണ്ട് മാത്രം മൗനം പാലിച്ച് നിന്നു. ഏതായാലും ഇവിടെ വരെ വന്നല്ലേ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോയിക്കോട്ടെ. ഓന്റെ പാട്ട മോന്തൊക്കെ നോക്കാതിരുന്നാ മതിയല്ലോ. 1 ചുമച്ച് 2 ചുമച്ച്. ചുമ, ജലദോഷം, തുമ്മൽ, കഫക്കെട്ട് ഏതുമാകട്ടെ കഫ് സിറപ്പ് എന്നും എപ്പോഴും. ഞാൻ ആരാ മോള്? തിരിഞ്ഞു നോക്കിയില്ല. നമ്മളോടാ അവന്റെ കളി. അതെ, യൂണിഫോമിനേക്കാളും തനി ഡ്രസ്സിൽ സുന്ദരിയാണ് കേട്ടോ. എനിക്കിഷ്ടമായി. ആ ശബ്ദം കാതിൽ പതിഞ്ഞതും ഇടിവെട്ടിയ പോലെ ഞാൻ തരിച്ചു നിന്നു. അപ്പൊ തന്നെ തിരിഞ്ഞു നോക്കി. യാ ഖുദാ, ഹാബിദ് സാറ് ഇങ്ങനെന്തെവിടെ? അപ്രതീക്ഷിതമായി മുതലിനെ ഇവിടെ കണ്ടതിന്റെ ഷോക്കിൽ എന്റെ തലയിലെ കിളികൾ രാജ്യം വിട്ട് പറന്നു. പെട്ടെന്ന് വന്ന ബോത്തിൽ വായിന്ന് വന്ന സാർ വിളിക്ക് എന്തോ ഒരു അപാകത പോലെ. സാർ, സാർ. അതെ, സാറ് തന്നെയാ. സാറെന്താ ഇവിടെ? ഹിബ, തനിക്കെന്താ വിക്കിന് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സാർ എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. പടച്ചോനെ ഇങ്ങനെ ചിരിക്കുന്നു. ഇതിന് ആബി സാർ തന്നെയല്ലേ? ഹിബ, താനെന്തോന്നും മിണ്ടാത്ത? എന്നോട് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്ന്? ആരോട് ചോദിച്ചിട്ടാ എന്റെ വീട്ടിലേക്ക് വന്ന്? കോളേജിൽ വെച്ചിരുന്ന ടോർച്ചർ മതിയാവത്തോണ്ടാണോ ഇവിടേക്ക് എട്ടിയെഴുന്നള്ളത്? അതോ പെണ്ണ് കാണാൻ വേണ്ടി? ജീവിതത്തിൽ നിങ്ങളുടെ ഒരു പീരീഡ് സഹിക്കാൻ പറ്റാത്ത ഞാനാണോ നിങ്ങളെ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടത്? ദേ, എനിക്കൊന്നും വേണ്ട നിങ്ങളെ, എനിക്ക് ഇഷ്ടമല്ല. വന്ന പോലെ തന്നെ പെട്ടെന്ന് ഇറങ്ങിക്കോ. എന്റെ വാപ്പാനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച്. ഏതൊരു മരം കൂടെ എന്നെ കാണാൻ വരുന്നത് പറഞ്ഞപ്പോ ആ മരം കൂടെ നിങ്ങളായിരിക്കും ഞാൻ കരുതിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ രാവിലെ തന്നെ ഞാൻ എങ്ങോട്ടേലും നാട് വിട്ടേനെ. വന്നു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾക്കൊന്നും സംസാരിക്കില്ലല്ലോ. മതി, ഇറങ്ങിക്കോ. എന്റെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട്. അല്ലെ വേണ്ട, ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാറിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് വെളിയിലേക്ക് കടക്കാൻ ഒരുങ്ങിയതും സാർ എന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അങ്ങയുടെ അരികിലേക്ക് നിർത്തി. വിടാനാ പറഞ്ഞേ? കിടന്ന് കാണാതടി വേണ്ടേ? അങ്ങനെ എളുപ്പം വിട്ടിട്ട് പോകാൻ വേണ്ടിയല്ലോ പെണ്ണി ചോദിക്കാൻ വന്ന്. എന്താ മൂപ്പര് എന്താ പറഞ്ഞെന്ന് മനസ്സിലാവാതെ ഞാൻ 2 കണ്ണും വിഴുത്തി സാറിനെ തന്നെ നോക്കി നിന്നു. അതേടോ, ഇഷ്ടം എനിക്ക്. കണ്ട നാൾ മുതൽ തന്നെ ഇഷ്ടമാണ്. ഫസ്റ്റ് ഇയർ ഞാൻ നിന്റെ ക്ലാസ് ട്യൂട്ടറായി ചാർജ് എടുത്ത ദിവസം ആദ്യമായി ഞാനും നീ കണ്ണൂട്ടി ആ ദിവസം തന്നെ നീ എന്നോട് ഉടക്കിയതാ. അന്നേ ഞാൻ ഉറപ്പിച്ചതാ ഈ മരം കയറി പെണ്ണ് എനിക്കുള്ളതാണെന്ന്. അന്ന് ഞാൻ എൻ്റെ കൽബിൽ കുറിച്ചിട്ടതാ ഈ കാപ്പിക്കണ്ണുള്ള മൊഞ്ചത്തിയെ. ആബിദ് സാർ അത്രയും പറഞ്ഞു തീർന്നു. നമ്മളെ തലയിൽ ബാക്കിയുണ്ടായിരുന്ന കിളിയും കൂടി അങ്ങ് അന്റാർട്ടിക്കയിലേക്ക് പറന്നുപോയി വിത്ത് കൂടും കൊടുക്കുകയും. എന്നിട്ടാണോ ഇത്രയും ഇഷ്ടം ഉള്ളിലുണ്ടായിട്ടാണോ ഇത്രയും നാൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്? കോളേജിൽ നിന്ന് എന്നും ഒരുപോലെ അപമാനിച്ചു വിടുന്നത്? അതൊക്കെ നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ പെണ്ണേ. പിന്നെ ഞാൻ അങ്ങനെ വല്ലതൊക്കെ പറയുമ്പോൾ നീ എന്നോട് തിരിച്ച് ഇങ്ങോട്ടേക്ക് 10 എണ്ണം പറയാറില്ലേ? അതൊക്കെ കേൾക്കാൻ വേണ്ടിയാ. യാതൊന്നിനെയും പേടിക്കാതെ മുഖത്ത് നോക്കിയുള്ള നിന്റെ ആ സംസാരം ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമായത്. പക്ഷെ സാർ, എനിക്ക് സാറിന് ഇഷ്ടമല്ല. സോ നിങ്ങൾക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മൂപ്പിട്ട കയ്യിൽ നിന്ന് എൻ്റെ കൈ വിടിവിക്കാൻ നോക്കിയതും സാറിൻ്റെ അരയിലൂടെ വട്ടം ചുറ്റി ചേർത്ത് നിർത്തി. സത്യം പറ, എൻ്റെ മുഖത്ത് നോക്കി പറ, എൻ്റെ ഈ കണ്ണുകളിലേക്ക് നോക്കി പറ, നിനക്കെന്നെ ഇഷ്ടമില്ലെന്ന്. സാർ, അത് വിട്ട് ആരും കയറി വന്ന നാണക്കേണ്. ഓ, നിനക്കതൊക്കെ ഉണ്ടോ? വീടൊക്കെ ചെയ്യാം. അതിനു മുന്നേ പറ, ഹിബ അബിതാവൻ നീ തയ്യാറാണോ അല്ലയോ? പടച്ചോനെ, കുടുങ്ങിയല്ലോ. ആണ്, പക്ഷെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാറിനെ പിടിച്ചുള്ളിയതും കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി മൂപ്പര് നെറ്റി വിളിച്ച് നോക്കി. അതൊന്നുമല്ല സാർ, ആ 1000 തവണ തന്ന ഇമ്പോസിഷനില്ലേ അതങ്ങ് തിരിച്ചു വെക്കണം, എങ്കിലും ഓക്കെയാണ് ഇതാ അബിതാവൻ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ സാറിനെ നോക്കി വിളിച്ച് കാണിച്ച് റൂമിൽ നിന്ന് വെളിയിലേക്ക് ഓടി. സാറ് ഡീന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വന്നു. നമ്മൾ രണ്ടുപേരും ചെന്ന് വിട്ടത് ഞങ്ങളുടെ വീട്ടുകാരുടെ മുന്നിലേക്കാണ്. മുഖത്ത് നാണൊക്കെ കയറി ചിരിച്ചുകൊണ്ട് വരുന്ന എന്നെ കണ്ടതും വാപ്പയും ഉമ്മച്ചി ആ കുരുപ്പ് ഹിഷാമൊക്കെ വായും പൊളിച്ച് നോക്കാൻ തുടങ്ങി. ഞാൻ എല്ലാവർക്കും മുമ്പിൽ ഒന്ന് പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് ഉമ്മച്ചീന്റെ പിന്നിൽ ചെന്ന് നിന്നു. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ലും, മാങ്ങാ തൊലി,
എന്നെ കാണാൻ ഇപ്പൊ ആരും വരണ്ട. വന്ന മരങ്ങോടോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്നിട്ടിപ്പൊ എന്ത് പറ്റി എന്റെ പെങ്ങക്ക്? നമ്മളെ ആബിസാറിനെ നല്ലോണം ബോധിച്ച മട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹിഷാമ് നമ്മൾ നോക്കി ആക്കി ചിരിച്ചു പോവും. ഞാൻ നിന്ന് നിൽപ്പിലങ്ങ് ചൂളിപ്പോയി. അപ്പൊ എങ്ങനെയാ കാര്യങ്ങള് എന്നെന്റെ വാപ്പച്ചി ചോദിച്ചും ആബിസാർ എന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ വാപ്പാനോട് പറഞ്ഞു, പൊന്നുപോലെ നോയിക്കോളാം, കണ്ണു നിറക്കില്ല ഒരിക്കലും ഈ കാന്താരി പെണ്ണിന്റെ. അപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ ഉമ്മച്ചി? ദേ ഉമ്മച്ചിന്റെ മരുമോള് ഹിബാബിദ്, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു കുട്ടി തന്നെ. ഇപ്പൊ സന്തോഷമായില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചുകൊണ്ട് സാറിന്റെ അടുത്ത് എന്റെ കൈയെടുത്ത് സാറിന്റെ ഉമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പോഴേക്ക് എന്റെ ഉപ്പച്ചിയുടെ കണ്ണും മനസ്സും ഒക്കെ ഒരുപോലെ നിറഞ്ഞിരുന്നു. ഉമ്മച്ചിയുടെയും ഹിഷാമിന്റെയും മുഖം പുഞ്ചിരിയാൽ വിടർന്നിരുന്നു. അടുത്തു വരുന്ന നല്ലൊരു ദിവസം തന്നെ നിശ്ചയം നടത്താമെന്ന് പറഞ്ഞു അവർ ഇറങ്ങുമ്പോഴും ആബിസാർ നമ്മൾ ഒളിയണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ അരിച്ചരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പൊ ആബിസാർ നമ്മൾ അടുത്തേക്ക് നീങ്ങി വന്നു പതിയെ കാതിൽ മൊഴിഞ്ഞു. അപ്പൊ തിങ്കളാഴ്ച ആണ് പിന്നെ ഇമ്പോസിഷൻ മറക്കണ്ട. ഞാൻ അപ്പൊ തന്നെ മൂപ്പര് നോക്കി കണ്ണുരുട്ടിയതും മൂപ്പര് വീണ്ടും പതിയെ നമ്മുടെ കാതോരം ചേർന്ന് വന്നു. ഡേ ഐ ലവ് യു എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ നമ്മൾ നാണം കൊണ്ട് മുഖം മറിച്ച് അകത്തേക്ക് ഓടിയിരുന്നു. ആ നാണത്തോടൊപ്പം തന്നെ ആബിസാറിനോടൊത്തുള്ള ഒരു പുതു ജീവിതത്തിന്റെ സ്വപ്നവും ഉണ്ടായിരുന്നു.